നമസ്കാരം. ഇന്ന് കുംഭമാസം 12 കുംഭമാസത്തിലെ ഏകാദശി ദിവസമായ ഇന്ന് ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇവരെ ജീവിതത്തിലുണ്ടാകാൻ പോകുന്നത്. ഇവർക്ക് വലിയ ധനലാഭം ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളാൽ അതിസമ്പന്നമായൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഈശ്വരാനുഗ്രഹങ്ങളും നല്ല രീതിയിലുള്ള വിജയങ്ങളും കൈവരിക്കുവാൻ വളരെ മികച്ച ഒരു സമയവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി ഈ സമയം ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങൾ നേടിയെടുക്കുവാൻ ജീവിതത്തിൽ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകരുറപ്പായും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. നിങ്ങളുടെ കുടുംബത്ത് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും വിട്ടൊഴിഞ്ഞ് നല്ല രീതിയിലുള്ള ഉയർച്ചയും ഉന്നതികളും കൈവരണമെങ്കിൽ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. കുടുംബ ദേവീദേവന്മാരെ പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക. അങ്ങനെയെങ്കിൽ ഉറപ്പായും ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. എന്തുതന്നെയും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെ ഇതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുകയാണ്. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നടക്കുന്നതായിരിക്കും. ജീവിതത്തിൽ കുംഭമാസം 12 ഏകാദശി ദിവസമായി ഇന്ന് മുതൽ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഭാഗ്യങ്ങളാണ് ഇവരെ തേടി വരുന്നത്. ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി തന്നെയാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളും അകന്ന സമയമാണ് നിങ്ങൾക്ക് ധാരാളം സൗഭാഗ്യവും ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള അച്ചടക്കങ്ങളൊക്കെ ഈ സമയം ഉണ്ടാകും. ധനത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുകയില്ല. കുടുംബത്ത് മഹാലക്ഷ്മിയുടെ ചൈതന്യം ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈ സമയം ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ നിങ്ങൾക്ക് തെളിയുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ വളരെ മികച്ചൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. ഉറപ്പായും ഈ നക്ഷത്ര ജാതകർ ശിവക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ച ദിവസം പോയി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ഇന്നേ ദിവസം പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വളരെയേറെ സമ്പന്ന യോഗവും ധനലാഭവുമാണ് കാണപ്പെടുന്നത്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച രീതിയിലൊക്കെയുള്ള ജീവിത വിജയങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുക്കുവാൻ വളരെയേറെ മികച്ചൊരു കാലഘട്ടവും കൂടിയാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും. ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ്. മനസ്സിലെ ഭയങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക. ഉറപ്പായും വിശ്വസിക്കുക. നിങ്ങൾ ഈശ്വരനിൽ പൂർണ്ണതും അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും കൊണ്ടുവരുമെന്ന വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഭരണി നക്ഷത്രക്കാരുടെ എല്ലാവിധമായ ദുരിതങ്ങളും സങ്കടങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള വിജയങ്ങളും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുവാനും കാരണമായി തീരുന്ന സമയമൊക്കെയാണ്. തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളും വലിയ വലിയ ഭാഗ്യങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ എല്ലാം അതിജീവിച്ച് മുന്നേറുന്നവരാണ്. മനസ്സിലെ വേദനകളും പ്രയാസങ്ങളും മനസ്സിൽ പിടിച്ചു വച്ചിരിക്കുന്ന നിങ്ങൾക്ക് അതിനൊക്കെ മോചനങ്ങളുണ്ടാവുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിലെ വേദനകൾ ആരോടും പറയാതെ മനസ്സിൽ ഒതുക്കി വെച്ചിരിക്കുന്നവരാണ് നിങ്ങൾക്ക് ഇനിയുള്ള സമയങ്ങൾ വളരെയധികം ഐശ്വര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന് നല്ല സന്തോഷവും നല്ല ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ്. ഈശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകളൊക്കെ നടത്തുക. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി നേട്ടങ്ങളും കാർത്തിക നക്ഷത്ര ജാതകർക്കുണ്ടാകുന്ന സമയമാണ്.
അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർ ദുർഗാക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. തിരുവാതിര നക്ഷത്ര ജാതകർക്കും ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘനാളത്തെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ കഴിയും. വാഹനം മേടിക്കുവാനുള്ള യോഗങ്ങൾ ഈ സമയം തെളിഞ്ഞു നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ വിദേശ യാത്രകൾ നടത്തുവാൻ കഴിയുന്ന സമയമാണ്. നിങ്ങളുടെ ബിസിനസ് സംരംഭമായിട്ടുള്ള പരാജയങ്ങളിൽ നിന്നും മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. നല്ല വിജയങ്ങളാണ് ഇനി നിങ്ങൾക്കുണ്ടാകുന്നത്. വൻ ധന ലാഭമാണ് ജീവിതത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഭവിക്കുന്നത്. കുംഭമാസത്തിൽ വളരെയേറെ ധനലാഭങ്ങളും ധനാഭിവൃദ്ധിയൊക്കെയാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്രക്കാരായിട്ട് ജനിച്ചിട്ടുള്ളവർക്കും ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനങ്ങൾ ഉണ്ടാകുന്നൊരു മാസമാണ്. ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ ധാരാളം ലഭിക്കുന്നതോടു കൂടി തന്നെ നിങ്ങളുടെ കടബാധ്യതയിൽ നിന്നും പൂർണ്ണ മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ മത്സര പരീക്ഷകളിൽ വിജയം നേടുവാൻ കഴിയുന്നതായിരിക്കും നിങ്ങൾക്ക്. നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ശക്തികളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കുവാൻ കഴിയുന്ന സമയമൊക്കെയാണ്. തികഞ്ഞ ഈശ്വര വിശ്വാസത്തോട് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ കുടുംബത്ത് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈശ്വരനെ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജികളെ എല്ലാം പുറന്തള്ളി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കൈവരിക്കുവാനും കാരണമായി തീരുന്ന സമയമൊക്കെയാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ആയില്യം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെല്ലാം വെടിഞ്ഞ് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമാണ്. ജ്യോതിശാസ്ത്രപ്രകാരമായിട്ട് നിങ്ങൾക്ക് വളരെയേറെ മികച്ചൊരു സമയം കൂടിയാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ആർജിക്കുവാൻ കഴിയുന്ന സമയമാണ്. നിങ്ങളെ കളിയാക്കിയവരെയും പുച്ഛിച്ചവരുടെയും മുമ്പിൽ നിങ്ങൾക്ക് തല ഉയർത്തി ജീവിക്കുവാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്ന സമയമൊക്കെയാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുത്ത് ഒരു രാജാവിന് തുല്യമായി വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് ഈ സമയം തെളിഞ്ഞു കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഉത്രം നക്ഷത്രക്കാർക്ക് വിജയം കൈവരിക്കുവാൻ കഴിയുന്ന സമയമാണ്. പുതിയ വസ്തു മേടിക്കുന്ന സമയമാണ്. വാഹനം മാറ്റി മേടിക്കുവാൻ വളരെയേറെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ശത്രുവിന് മേൽ വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എല്ലാ കാര്യങ്ങളും മികച്ച രീതിയിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ ചൈതന്യങ്ങളും ധാരാളം മാറ്റങ്ങളും നിങ്ങൾക്ക് കുംഭമാസം ഉണ്ടാവുന്നതായിരിക്കും. എന്ത് തന്നെയാലും ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ സമയങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക. കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസവും ദുരിതവും സങ്കടങ്ങളും എല്ലാം മാറുന്ന സമയമൊക്കെയാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ചിത്തിര നക്ഷത്ര ജാതകർക്കും പ്രതിസന്ധികൾ അകന്നുള്ളൊരു ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായി കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിന് നല്ല രീതിയിലുള്ള സമാധാനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവിധമായ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങളൊക്കെ ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. ഉറപ്പായും ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളൊക്കെ വന്നു ചേർന്ന് നല്ല രീതിയിലുള്ള സന്തോഷങ്ങൾ നിങ്ങൾക്ക് ആർജിക്കുവാൻ കഴിയുന്നതായിരിക്കും. ഉറപ്പായും ഇവിടെ പ്രശ്നം വെച്ചിരിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുതന്നെയാലും എല്ലാവിധമായ ഒരു സൗഭാഗ്യത്താലും വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്കുള്ളത്. അടുത്തത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്ര ജാതകർക്കും പ്രതിസന്ധികൾ വിട്ടൊഴിയുന്ന സമയമാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും. മനസ്സിൽ അനുഭവിക്കുന്ന വിഷമതകൾക്കും ക്ലേശങ്ങൾക്കും ഒരു പരിഹാരങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. വസ്തു മേടിക്കുവാനും അനുയോജ്യമായിട്ടുള്ള സമയമൊക്കെയാണ്. ജോലിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളൊക്കെ മാറുന്നതായിരിക്കും. പൂർണ്ണതും ഈശ്വരനിൽ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാവുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളും നല്ല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അടുത്ത തിരുവോണം നക്ഷത്ര ജാതകരാണ്. തിരുവോണം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറി സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഈ സമയം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയും. ജീവിതത്തിൽ വെച്ചടി ഇനി അങ്ങോട്ട് കയറ്റത്തിൻ്റെ സമയമാണ് നിങ്ങൾക്ക്. സമ്പത്തിന് യാതൊരുവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. ഒന്നിൽ കൂടുതൽ വരുമാന മേഖലയിൽ നിന്നും വരുമാന വർധന ഉണ്ടാകുന്ന സമയമൊക്കെയാണ്. ജീവിതത്തിൽ ഒത്തിരി സന്തോഷങ്ങൾ നിലനിൽക്കുന്നതായിരിക്കും. സന്താന സൗഭാഗ്യത്താൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന സമയമൊക്കെയാണ്. ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളും വിജയങ്ങളുമാണ് നിങ്ങൾക്കുണ്ടാകുവാൻ പോകുന്നത്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. അവിട്ടം നക്ഷത്ര ജാതകർക്കാർക്കും നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളും ഉയർച്ചകളുമാണ് ജീവിതത്തിൽ കാണപ്പെടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മാറി സമ്പൂർണ്ണ വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുമുള്ള
സൗഭാഗ്യയോഗങ്ങൾ ഈ സമയം ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ചൈതന്യങ്ങൾ കൊണ്ടും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും വഴിപാടൊക്കെ നടത്തി നേർന്നിട്ടുണ്ടെങ്കിൽ അത് മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ നേർച്ചകളൊക്കെ നിങ്ങൾ പൂർത്തീകരിക്കുക. കുടുംബ ദേവീ ദേവന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതോടു കൂടി തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ഇവർക്കും വലിയ രീതിയിലുള്ള മാറ്റവും നേട്ടങ്ങളുമാണ് ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക വെല്ലുവിളികൾ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ അഗാധമായിട്ടുള്ള ഭയങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയുന്നതായിരിക്കും. നിങ്ങൾക്കിനി അങ്ങോട്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. മക്കൾക്ക് നല്ല രീതിയിലുള്ള ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും ഉണ്ടാകും. പ്രതിസന്ധികളും പ്രയാസങ്ങളും വിട്ടൊഴിയുന്നതായിരിക്കും. സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തുയർത്തുവാനും ഭാഗ്യം ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് വന്നു ചേരുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. അടുത്തത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെല്ലാം വെടിഞ്ഞ് നല്ല രീതിയിലുള്ള സൗഭാഗ്യ കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. നിങ്ങളുടെ ദുരിത കാലഘട്ടങ്ങളൊക്കെ മാറി ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയുടെയും സമ്പന്നതയുടെയും സമയമാണ് നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഉയർച്ചയും ഉന്നതികളും വന്നു ചേരുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. കുടുംബസമേതം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കരകയറുവാൻ കഴിയുന്നതായിരിക്കും.